വരും ഇപ്പൊ വരുന്നു പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ പിള്ളേ. എവിടെ പോയി? വിളിച്ചപ്പോ വന്നോണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞത്. എനിക്കൊരു സമാധാനമില്ല. ഇനി വല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവോ? ഏയ്, അങ്ങനെയാണെങ്കി ഫോൺ ചെയ്തപ്പോ പറയുമായിരുന്നല്ലോ. പിന്നെ ഉപേന്ദ്ര സാറും ഉണ്ടല്ലോ. എന്നിട്ട് ഈ പറഞ്ഞവരൊക്കെ എവിടെയാണെങ്കിലും ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞില്ലേ? ഞാനൊന്ന് പോയി തിരക്കിട്ട് വരാം സത്യാമ്മേ. പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം ഞാൻ പോയി നോക്കാം. കുഴപ്പമൊന്നുമില്ല, ഞാൻ കറക്റ്റ് സമയത്ത് എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ആ, ഇറങ്ങേട്ടോ. പതുക്കെ പതുക്കെ പതുക്കെ. ഒരു കുഴപ്പമില്ല. എന്നെ കരുണ ഹോസ്പിറ്റലാക്കിയാ മതി. വെയിറ്റ് ചെയ്യണ്ട, ഞാൻ പൊക്കോളാം. പെങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കണമെങ്കിൽ പെങ്ങളെ കണ്ടുപിടിക്കണ്ടേ? ശത്രുപക്ഷത്ത് അച്ഛനാവുമ്പോ കൊടുത്ത വാക്ക് പാഴ്വാക്കായിട്ട് മാറുമോ? വാക്ക് കൊടുത്തിരിക്കുന്നത് ശിവനാണെങ്കിൽ എന്റെ പെങ്ങളുടെ കഴുത്തി പ്രകാശ താലി കെട്ടിയിരിക്കും. അതിപ്പോ ശത്രുപക്ഷത്ത് അച്ഛനാണെങ്കിലും അമ്മാവനാണെങ്കിലും ശിവനല്ല ഒരുപോലെയാ. ശിവോഹം, എനിക്കിത് നിയോഗം. അതൊന്ന് മനസ്സിൽ കരുതിയാ മതി, കാര്യങ്ങളൊക്കെ താനെ നടന്നോളൂ. വീട്ടിനകത്ത് കയറിപ്പറ്റാനുള്ള ഒരു വഴി ഈശ്വരനായിട്ട് എനിക്ക് തുറന്നു തന്നു. ഞാൻ ആ വഴിയിലൂടെ സ്വീകരണ മുറി വരെ കയറിപ്പറ്റാനുള്ള ലൈസൻസ് വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ കളി ഭംഗിയായി നടത്തിയിട്ടുണ്ടല്ലേ? ഇനി എനിക്ക് ആ വീട്ടിനകത്തിരുന്ന് അവർക്കെതിരെ പലതും ചെയ്യാൻ സാധിക്കും. ചെയ്യണം. നമ്മുടെ മോഹങ്ങളും സ്വപ്നങ്ങളും ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കിയവളാ ആ ശാലിനി. അവളുടെ പദവിയിലാ ഇപ്പൊ സത്യഭാമ പോലും പത്തിവിരിച്ചത്. വിഷ്ണു നഷ്ടപ്പെട്ടതുപോലെ ഓരോരുത്തരായിട്ട് ആ വീട്ടിൽ നിന്ന് നഷ്ടപ്പെടണം. അതിലാദ്യമാര്? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി നമ്മൾ കണ്ടെത്തേണ്ടത്. ഇനി വരാൻ പോകുന്നത് നമ്മുടെ കാലമാ. ശാലിനിയുടെ അവസാന നാളും. വിഷ്ണു ഇല്ലാതെ അവൾ ഈ ഭൂമിയിൽ വേണ്ട. 100,000 പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതി മുട്ടി അവൾ സ്വയം ഒടുങ്ങണം. അതുവരെ നമ്മൾ ഈ കളി തുടരണം. യുദ്ധക്കളത്തിലേക്ക് നമ്മൾ കൃത്യമായിട്ട് എത്തിക്കഴിഞ്ഞു. ഇനി ശത്രുവിന്റെ മർമ്മം നോക്കി ആയുധം തൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അത് ഉപേന്ദ്രന് വിട്ടേക്ക്. മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ബ്രഹ്മാസ്ത്രമുണ്ട്. അതാണ് ഇനി അവിടെ പരീക്ഷിക്കേണ്ടത്. എല്ലാത്തിന്റെയും പുക കണ്ടേ ഞാൻ അടങ്ങും. എരിയണം. ആ വീട്ടിലുള്ള ഓരോരുത്തരും എരിയണം. എരിഞ്ഞ് തീരണം. അവിടെ നിർത്തണ്ട. ഇല്ല അമ്മ, ഡോക്ടർ വന്ന് കണ്ടു കഴിഞ്ഞാൽ പോവാന്നാ പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ പോയാൽ നന്നായി റെസ്റ്റ് എടുക്കേണ്ടി വരും. അങ്ങനെ കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കാമെങ്കിൽ മാത്രം പോയാൽ മതി. എനിക്ക് വയ്യ ആദ്യം പിടിച്ച് പാതിരാത്രി വണ്ടിയും വിളിച്ച് ഓടി വരാൻ. ഇത് ഞാനായിട്ടുണ്ടാക്കിയതാണോ? എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതല്ലേ? എത്ര റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പണിയെടുക്കേണ്ടി വരും. എടുത്തില്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ മുഖവും വേർതിരിക്കും. വലിയച്ചി, ഇനി പ്രസവം വരെ വലിയ ഭാരപ്പെട്ട പണിയൊന്നും എടുക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഡോക്ടർമാർ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചിരിക്കുക. ഹോട്ടലിലെ പണിക്ക് ശാന്തയോട് മുടങ്ങാതെ വരാൻ പറയാം. ശാന്ത വന്ന് കിട്ടിയ പ്രസവ സമയത്ത് നമ്മൾ രണ്ടുപേരും മാറി നിന്നാലും കാര്യങ്ങൾ ഭംഗിയായിട്ട് ശാന്ത നോക്കിക്കോളും.
എങ്ങനെയുണ്ട് ചേച്ചി? വേദനയൊക്കെ കുറഞ്ഞു? ശരീരത്തിന്റെ വേദന കുറഞ്ഞു. പക്ഷെ ഞാൻ ഡോക്ടറെ കണ്ടായിരുന്നു. കുറച്ച് റിസ്ക് ആണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ചില സംശയങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു. പിന്നെയൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. എന്ത് ഭാഗ്യം! നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പൊയ്ക്കോ. ഞാൻ ഏതെങ്കിലും അനാഥാലയത്തിൽ ചെന്ന് പ്രസവിച്ചോളാം. ചേച്ചി, എനിക്ക് ഈ കുഞ്ഞിനെ പ്രസവിക്കണം. അത് ഞാൻ എനിക്ക് തന്നെ നൽകിയ വാക്ക. എന്നാ ചെല്ലടി, ചെന്ന് കേറി കൊടുക്ക് ഏതെങ്കിലും അനാഥാലയത്തിലേക്ക്. അവിടെ ആരാ നിന്നെ ഫ്രീ ആയിട്ട് നോക്കാൻ പോകുന്ന നമുക്കൊന്ന് കാണാം. അമ്മേ, എന്താ ഇത്? എന്തൊക്കെയായി പറയുന്നത്? പിന്നെ ഇവള് പറയുന്ന കേട്ടില്ലേടി? എന്തൊക്കെ ചെയ്തു കൊടുത്താലും സ്നേഹത്തോടൊരു വാക്ക് ഇവള് ഇതുവരെ പറഞ്ഞിട്ടില്ല. എടി, വാശിയും വൈരാഗ്യം മനസ്സിൽ വെച്ചോണ്ട് ജീവിതത്തെ ജയിക്കാൻ നോക്കല്ലേ. അങ്ങനെ ശ്രമിച്ചവരൊക്കെ ഒരിടത്തും എത്താതെ ഒടുങ്ങിപ്പോയ ചരിത്രമേ ഉള്ളൂ. ആ പിന്നെ നീ പറഞ്ഞല്ലോ ഈ കൊച്ചിനെ വെച്ച് കൊച്ചിന്റെ അച്ഛനോട് പ്രതികാരം വീട്ടുവന്നു. ആദ്യം കുഞ്ഞൊന്ന് ജനിക്കട്ടെ, പിന്നെ വളർന്ന് തന്നോളാവട്ടെ, എന്നിട്ട് പോരെ പ്രതികാരത്തിന്റെ ബാലപാഠം കുഞ്ഞിന് ഓതി കൊടുക്കാൻ. അത് ശരി. ഇപ്പൊ കൊല്ലാൻ കൂട്ടുനിന്നവരൊക്കെ വാട്ടിപ്പാടാൻ പോവാണോ? ആരോടെ ആദ്യം കുഞ്ഞിനെ കൊല്ലാൻ പോയത്? ഈ കുഞ്ഞിനെ വേണ്ടെന്നും പറഞ്ഞ് നീ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ എന്റെ മോളൊന്ന് മറന്നുപോയോ? അമ്മേ, എന്താ ഇത്? എടി, ഇതൊരു ഹോസ്പിറ്റലാ.